ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈശോ നിന്റെ ജീവിതത്തെ ഇന്ന ദിവസം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ കാര്യങ്ങൾക്കും ഈശോയുടെ നാമത്തിൽ നിനക്ക് ഉത്തരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയും ശിഷ്യന്മാരും കൂടെ ഒരിക്കൽ ഇങ്ങനെ കടലിൽ വള്ളത്തിൽ യാത്ര ചെയ്യുന്ന അവസരത്തിൽ വലിയൊരു കാറ്റും കോളും ഒക്കെ ഉണ്ടാവുക. ഇതെല്ലാം കൂടെ വള്ളത്തിലേക്ക് അടിച്ചേറി വെള്ളം കയറാൻ തുടങ്ങി. വള്ളം ഇങ്ങനെ മുങ്ങുമെന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിൽ ശിഷ്യന്മാർ വല്ലാതെ ഭയപ്പെട്ടു പോവുക. ഈശോ കൂടെയുള്ളൊരു യാത്രയിലാണ് അവർ മരണത്തിൻ്റെ ഒപ്പം എത്തിയിരിക്കുമെന്ന് ഓർക്കുക. ഈശോ അവിടെ കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങിയ ശിഷ്യന്മാർ പരിഭ്രമിക്കുക. അവസാനം അവർ ഈശോനെ വിളിച്ചിട്ട് പറയുക, ഗുരു, ഞങ്ങൾ നശിക്കുവാനായിട്ട് പോവുക. നീ ഞങ്ങളുടെ കൂടെയുണ്ട്, പക്ഷെ ഞങ്ങളിപ്പം നശിക്കുവാനായിട്ട് പോവുക. ഈശോ നൽകുന്ന ഒരു ഉത്തരമുണ്ട്. ഈശോ അപ്പോൾ ചെയ്ത ഒരു കാര്യമുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാം വാക്യം. അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയായിരുന്നു. ഇപ്പം മരണം സംഭവിക്കും. ഈശോയിൽ കൂടെ ഉണ്ടായിരുന്നു. ഈശോ എന്നിട്ട് ഒരൊറ്റ ശാസനയാണ് കാറ്റിനോടും കടലിനോടും. അപ്പം തന്നെ ശാന്തത ഉണ്ടായെന്ന് പറയാം. നിൻ്റെ ജീവിതത്തിൽ വലിയ ഭാരം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നിൻ്റെ കുടുംബത്തിൽ വല്ലാതെ ഉലച്ചിലുകളുണ്ടെങ്കിൽ, ഈ പ്രഭാതത്തിൽ ഈശോയുടെ നാമത്തിൽ പറയുകയാണ്, ഈശോയുടെ ഒരു പ്രസൻസ് മതി, ഈശോയുടെ ഒരു ശാസന മതി. അപ്പം തന്നെ നിൻ്റെ പ്രശ്നങ്ങൾ തീരും. അതോടുകൂടി നിൻ്റെ ജീവിതം ശാന്തമാകും. ഈശോയുടെ നാമത്തിലാണ് പറയുക. അത്രമാത്രം ശക്തനാണ്, അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നതാണ് നമ്മുടെ ഈശോ. ആ ഈശോയുടെ സാന്നിധ്യം ഈ പ്രഭാതത്തിൽ അനുഭവിക്കുവാനായിട്ട് പ്രിയ സഹോദര സഹോദരി നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, ജീവിതത്തിലേക്ക് കാറ്റും കോളും ഒക്കെ ആഞ്ഞടിക്കുമ്പോൾ നീ കൂടെയുണ്ടെന്നുള്ള ബോധ്യം ഈ വ്യക്തിക്ക് നൽകണം. നീ കൂടെയുണ്ടെന്നും എല്ലാം നിനക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള ജ്ഞാനത്താൽ ഈ വ്യക്തി നിറയട്ടെ. ഈ ദിവസത്തിന് വേണ്ടത് എല്ലാ കൃപകളും നൽകണമേ. പരിപൂർണമായിട്ട് നിന്റെ സംരക്ഷണത്തിൽ ഈ വ്യക്തിയുടെ കുടുംബവും നിറഞ്ഞു നിൽക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, ആരാധി